ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് KS ഗോപാലകൃഷ്ണൻ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അതുല്യയോടും അതുല്യയുടെ എല്ലാ ഉദ്യോഗസ്ഥരോടും എൻ്റെ അഗൈതവമായ നന്ദി സന്തോഷത്തോടു കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് അതുല്യയെ പറ്റി 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അനുഭവങ്ങളും എല്ലാം എനിക്കറിയാവുന്ന മലയാളത്തിൽ പറയാൻ വളരെ സന്തോഷമുണ്ട്. അതായത് 2021 നവംബർ 7-ാം തീയതി വൈകുന്നേരം 6:30 മണിക്കാണ് ഞാൻ അതുല്യയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നത്. ഈ അതുല്യയെ പറ്റി മുമ്പ് എനിക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങളുടെ റിലേഷനിൽ ഉള്ള എൻ്റെ ഒരു മരുമകനാണ് അതുല്യയെ പറ്റി ഇന്റർനെറ്റിൽ നോക്കുകയും അതിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം എന്നോട് പറയുകയും ചെയ്തത്. അപ്പൊ വാസ്തവത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ എല്ലാം വളരെ നന്നായിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. നമ്മൾ മുമ്പോട്ട് പോകുന്നതോടാണല്ലോ എല്ലാം അറിയുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു 50% വളരെ സൗഖ്യമായിരിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ പെരുമാറുകയും ചെയ്തു. പിന്നെ അന്ന് രാത്രി എല്ലാം സുഖമായിട്ട് ഉറങ്ങി. കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഒരു പുതിയ സ്ഥലമാണല്ലോ, അതുകൊണ്ട് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ രാവിലെ മുതൽ നമുക്ക് വേണ്ട കോഫി, പിന്നെ ഒരു 8 മണിയായപ്പോൾ ടിഫിൻ, അതെല്ലാം അവർ വന്ന് ചോദിക്കുക എന്താ വേണ്ടത്. നമ്മൾ ഒരു വീട്ടിൽ എങ്ങനെ കഴിയുന്നോ അതുപോലെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചത്. അതുല്യയുടെ കെയർ ടേക്കേഴ്സ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങളോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഏത് സമയത്ത് വിളിച്ചാലും അവർ ഉടനെ വന്ന് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയും അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിനോട് പറയാം. അവർ ഉടനെ തന്നെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരികയാണ്. അതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് ഞാൻ അതുല്യയില് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുല്യയുടെ ഞാൻ താമസിക്കുന്ന റൂമിനെ പറ്റി 2 വാക്ക് പറയണമല്ലോ. സത്യം പറഞ്ഞാൽ നമുക്കൊരു വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഫീലിംഗ് ആണ് ഉള്ളത്. സോ നമ്മുടെ സ്വന്തം വീട്ടിൽ ഇരിക്കുന്നത് പോലെ ഉള്ള ഫീലിംഗ് തന്നെയാണ് തോന്നിയത്. അത് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും ആഹാരത്തിലോട്ട് വരികയാണ്, അതായത് ഫുഡ് അത് വരികയാണ്. അപ്പോൾ രാവിലെ നമുക്ക് എന്ത് വേണോ അത് നമ്മൾ മുൻകൂട്ടി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ വന്ന് അന്വേഷിക്കുകയാണ് എന്താ വേണ്ടതെന്ന്, അതനുസരിച്ച് അവര് നമുക്ക് വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ഉച്ചക്കത്തെ, അത് നമ്മൾ ഇംഗ്ലീഷിലെ ലഞ്ച് എന്ന് പറയും, ലഞ്ചിനും എല്ലാ ഐറ്റംസും വളരെ നല്ല രീതിയിൽ തന്നെ അവര് കൊണ്ടു തരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ റൂമിൽ തന്നെ ഇരുന്നാൽ മതി, അവര് റൂമിൽ കൊണ്ടുതരും. അപ്പൊ തന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ തന്നെ വീണ്ടും പോയി അവർ ക്യാൻറ്റീനിൽ നിന്ന് എടുത്തു കൊണ്ടുതരും. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ വളരെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും എനിക്ക് അതുല്യയോടും അതുല്യയുടെ എല്ലാ സഹപ്രവർത്തകരോടും എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ഇവിടെ നടന്നു പോരുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ദീപിക മാഡമാണ്. അവർ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് കൊണ്ടുവരുന്നത്. ഒരു ദിവസം ക്രാഫ്റ്റ് ആണെങ്കിൽ വേറൊരു ദിവസം വേർഡ് ബിൽഡിംഗ് ആയിരിക്കും, വേറൊരു ദിവസം പിന്നെ എല്ലാരെ കൊണ്ട് പാടിക്കും അവര്. പിന്നെ ഫിസിയോതെറാപ്പിയെ പറ്റിയുള്ള ക്ലാസ് എടുക്കാറുണ്ട്, യോഗ പറ്റിയുള്ള ക്ലാസ് എടുക്കാറുണ്ട്. മിക്കവാറും ആഴ്ചയിൽ 7 ദിവസവും എന്തെങ്കിലും ഒരു പരിപാടി വളരെ യൂസ്ഫുള്ളായിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ദീപിക മാഡം അറേഞ്ച് ചെയ്യുന്നത്. അത് അവർ വളരെ ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ആ വക കാര്യങ്ങളും പറയുന്നത്. പിന്നെ ഇവിടെ ഒരു നോട്ടീസ് ബോർഡുണ്ട്, അതിലെല്ലാം രാവിലെ തന്നെ 10 മണിക്ക് മുമ്പായിട്ട് അവരെ എല്ലാം എഴുതി വെക്കാറുണ്ട്. അതുകൊണ്ട് ഈ റിസപ്ഷൻ കൗണ്ടറിൽ വരുന്ന ആർക്കും ഇത് കാണുകയും അതനുസരിച്ച് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അവർ പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഹൗസ് കീപ്പിങ്ങിനെ കുറിച്ചാണ്. ഹൗസ് കീപ്പിംഗ്
അവര് എല്ലാ ദിവസവും യാതൊരു സംശയമില്ല, എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ ഒരു 10:30-11 മണിക്കുള്ളിൽ വന്നിട്ട് റൂമെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്യുന്നു, ടോയ്ലറ്റൊക്കെ വളരെ നല്ലവണ്ണം ക്ലീൻ ചെയ്യുന്നു. അത് അങ്ങനെ ചെയ്യുന്നതിൽ വളരെ എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷം ഞാൻ പറയുകയാണ്. പിന്നെ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യുന്നത് അത് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ കൊടുക്കുകയാണ്. ഇപ്പൊ ഇന്ന് ക്ലോത്ത്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നാളെയില്ല, മറ്റന്നാൾ കൊടുക്കാം. ഇപ്പൊ ദിവസവും കൊടുക്കുന്നവരും ഉണ്ട്. അതിനൊന്നും എതിർപ്പൊന്നുമില്ല. അതൊക്കെ വളരെ നീറ്റായിട്ട് ഡ്രൈ ചെയ്ത് ഞാൻ ഇവിടെ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്ത് തരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇവിടെ വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു ഐഡിയ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ആരാ വാഷ് ചെയ്യുന്നത്, നമ്മൾ തന്നെ സെൽഫ് വാഷിംഗ് ആണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവര് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻകൂട്ടി പറയുകയും, സോ അതും എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അത് ഇന്നും യാതൊരു വ്യത്യാസവുമില്ലാതെ തുടർന്ന് പോവുകയാണ്. വളരെ സന്തോഷമുണ്ട്. അതായത് ഈ വാർദ്ധക്യത്തിൽ അച്ഛനമ്മമാർക്ക് ഒരു ആശ്രയ കേന്ദ്രമായിട്ട് അവരെ നല്ലവണ്ണം നോക്കുകയും അതുപോലെ തന്നെ അവരുടെ എല്ലാ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഒരു തലമാണ് ഇവിടെ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ ആരോട് സംസാരിക്കുമ്പോഴും പറയാറുണ്ട്, ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ഈ ഒരു സ്ഥാപനത്തിൽ പോകണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അവർ അതുദ്യയെ തന്നെ സമീപിക്കണം. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും അവരോട് സ്വന്തം അച്ഛനമ്മമാരെ പോലെ പെരുമാറുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ചെയ്യും, ഇനിയും ചെയ്യും. അതുപോലെ തന്നെ യാതൊരു വിഷമവും ഇല്ലാതെ നമുക്ക് ബാക്കിയുള്ള ജീവിതകാലം സന്തോഷമായിട്ട് കഴിയാം.